Hi friends, you can see today's topic stock market index, or simply we can say stock market indices or stock exchange indexes. Okay, very interesting topic and also very important topic. ഇതൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രി എക്സാമിന് അല്ലെങ്കിൽ PG എക്സാമിന് വേണ്ടി മാത്രമുള്ള ടോപ്പിക്കല്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ എക്സ്പെക്റ്റ് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ. അതുപോലെ തന്നെ നമ്മൾ പത്രം വായിക്കുകയാണെങ്കിലും മീഡിയാസ് വാച്ച് ചെയ്യുകയാണെങ്കിലും വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ, എസ്പെഷ്യലി ഇൻവെസ്റ്റേഴ്സ്, വി ക്യാൻ സിംപ്ലി സേ ലൈക്ക് ദാറ്റ്, ഷെയറിലും ബോണ്ടിൽ അല്ലെങ്കിൽ ഡിബഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ വളരെ ആകാംക്ഷയോട് കൂടി നോക്കുന്ന ഒരു സംഭവമാണ് എന്ത്? സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, the movement of stock market index. Okay, so it is really very interesting topic and also very simple topic. Examine ningalku definitely you can expect questions. For example, 5th semester il varuna economics of capital market, 4th module il varuna വളരെ important ആയിട്ടുള്ള ഒരു ഏരിയ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. അതുപോലെ തന്നെ എക്കണോമിക്സ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം, അതിൽ നമുക്ക് കാണുന്ന ഒരു ഏരിയ ആണെന്ത്? സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, റൈറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് വാട്ട് യു മീൻ ബൈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ആ 3 മാർക്സ് അല്ലെങ്കിൽ 2 മാർക്സ് മുഴുവനായിട്ട് കിട്ടുവാൻ പാകത്തിലുള്ള ഒരു ആൻസർ നമുക്ക് എങ്ങനെ കൊടുക്കാം? ദാറ്റ് ഈസ് ഓൾസോ വെരി ഫണ്ടമെൻ്റൽ തിങ്. How can we write a good answer and how can we get maximum mark for that answer, right? അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നുള്ളത്. You know capital market where you can see new issue market. Okay, I don't want to explain more. We already discussed all these things. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് അതുപോലെ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. യു നോ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഓർ സിംപ്ലി വി ക്യാൻ സേ പ്രൈമറി മാർക്കറ്റ്. വി നോ ദ പോയിന്റ്, പ്രൈമറി മാർക്കറ്റ്. ദാറ്റ് ഈസ് ഹിയർ യു നോ ന്യൂ ഇഷ്യൂസ് ഓർ ന്യൂ ഷെയർസ് ആർ ട്രേഡഡ് ഹിയർ. ട്രേഡഡ് മീൻസ് ഹിയർ യു നോ പ്രൈമറി മാർക്കറ്റ്, കമ്പനീസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിന് ആ ഷെയർ നിങ്ങൾക്ക് വാങ്ങാം. യു ക്യാൻ ഇൻവെസ്റ്റ് യുവർ ഫണ്ട് ഇൻ ദാറ്റ് ഷെയർസ്. ഓൺലി ഫ്രഷ് ഷെയർസ് ആർ ട്രേഡഡ് ഇൻ ദി പ്രൈമറി മാർക്കറ്റ്. ഓക്കെ, കമ്പനീസ് അവരുടെ ഫ്രഷ് ഷെയർസ്, ദാറ്റ് ഈസ് ഇൻ എ പ്രൈമറി മാർക്കറ്റ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ദാറ്റ് ഈസ് വൈ യു നോ ദിസ് മാർക്കറ്റ് ഈസ് നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി പോകുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള മനോഹരമായിട്ടുള്ള വിഷയമാണ് എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. നിങ്ങൾ IASൻ്റെ പരീക്ഷ എഴുതുകയാണെങ്കിലും KAS അല്ലെങ്കിൽ PSC നടത്തുന്ന മറ്റു പരീക്ഷകളൊക്കെ എഴുതുകയാണെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ, റൈറ്റ്. സോ പ്രൈമറി മാർക്കറ്റിൽ ഫ്രഷ് ഷെയർസ് ആണ് അഥവാ ന്യൂ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതും ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നതും. ഓക്കെ, ഈ ന്യൂ ഷെയർസ് പ്രൈമറി മാർക്കറ്റ് കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് മൂവ് ഇറ്റ് ടു സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, സെക്കൻഡറി മാർക്കറ്റ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഓക്കെ, I don't want to explain more. Stock exchanges. Here you know all the shares are traded. That is, the investors can sell it or buy it. Right? That happened in the secondary market or stock exchanges. അപ്പോൾ നമ്മുടെ ടോപ്പിക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ദാറ്റ് കം അണ്ടർ ദി സെക്കൻഡറി മാർക്കറ്റ് ഓർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. Okay, that is the first point. You know the popular index in India, BSE Sensex. Similarly, NSE, you know National Stock Exchange, അവിടുത്തെ ഇൻഡെക്സ് ആണെന്ത്? നിഫ്റ്റി, isn't it? ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കേൾക്കുന്ന ഇൻഡെക്സിൻ്റെ പേരുകളാണ് ഡോ ജോൺസ്, നാസ്ഡാക്ക്, isn't it?
then Nikkei, Tokyo Stock Exchange, FTSE and so on. ഇത്രയും ഏരിയാസാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. 2 mark, 3 mark, even 5 mark or essay you can expect, isn't it? So here primary market and secondary market, the two segments of the capital market, right? അപ്പോൾ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് that is come under the secondary market or stock exchange. Then here the important question is that what is stock market index? A stock market index is defined as a statistical indicator. Okay, statistical indicator that provides a representation of the value of the securities constituted by it. ഓക്കെ, ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സൂചിക, എന്തിനെയോ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറൗണ്ട് 5,000 കമ്പനീസ് ആൻഡ് ദെയർ ഷെയർസ് ആർ ലിസ്റ്റഡ്. 5000-ൽ പരം കമ്പനീസ് ഉണ്ട് ഇതിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ നിങ്ങൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ട്രെൻഡ്, ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ 5,000 കമ്പനീസിൻ്റെ ഷെയർ, അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ട്രെൻഡ് നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ, അതിൻ്റെ ഒരു ട്രെൻഡ് അപ്വാർഡ് ട്രെൻഡാണോ ഡൗൺവാർഡ് ട്രെൻഡാണോ, അതുവഴി എക്കോണമിയുടെ ഒരു മൂവ്മെൻറ്റ്, പെർഫോമൻസ് ഓഫ് ദ എക്കോണമി ദാറ്റ് യു ക്യാൻ സീ ഫ്രം ദി മൂവ്മെൻറ്റ്സ് ഓഫ് സെൻസെക്സ് ഇൻ ഇന്ത്യ. ഓക്കെ, BSEയുടെ ഇൻഡെക്സ് സെൻസെക്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ. കാരണം ഇൻവെസ്റ്റേഴ്സിന് ഡിസൈഡ് ചെയ്യാം വേർ ടു ഇൻവെസ്റ്റ്, ഹൗ ടു ഇൻവെസ്റ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻഡെക്സ് ആയിട്ടുള്ള സെൻസെക്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് 30 കമ്പനീസ്, ടോപ്പ് ട്രേഡഡ് 30 കമ്പനീസ്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു വെയ്റ്റഡ് ആവറേജ്, അതിൻ്റെ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഇൻഡെക്സ് ആണെന്ത് സെൻസെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റർ, വെയ്റ്റഡ് ആവറേജ്. ഒരു 2 മാർക്ക്, ഒരു 3 മാർക്ക് നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്യണം ആൻസർ. That provides a representation of the value of the securities constituted by it. You can just look at the trend and movements of that index. You can easily understand the overall performance or mood or the performance of that stock market, isn't it? When you NSEയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് നിഫ്റ്റി. I will explain. നിഫ്റ്റി 50 ട്രേഡഡ് കമ്പനീസിൻ്റെ ഷെയർസാണ്. അതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. റൈറ്റ്, സോ വി ക്യാൻ ഡിഫൈൻ ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഈസ് എ barometer of market behavior. Barometer. ഒരു മാർക്കറ്റ് ബിഹേവിയറിൻ്റെ അതിൻ്റെ ട്രെൻഡ്സും മൂവ്മെൻറ്റ്സും സെൻറ്റിമെൻറ്റ്സും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സൂചികയാണെന്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നാച്ചർ, ഡയറക്ഷൻ and extent of day-to-day fluctuations in stock prices. Okay, ദൈനംദിന രീതിയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് മീൻസ് ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് പ്രൈസസ്. ഷെയറിൻ്റെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്ക് എന്താണ് ഈ ഇൻഡെക്സ് നോക്കിയിട്ട് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഇൻഡിക്കേറ്റ്സ് ദ നാച്ചർ, direction and extent of day-to-day fluctuations in stock prices. That is very important. Okay, അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, then new issue market, secondary market, definition and also some other points. 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിനുള്ള ഒരു ആൻസർ ബിൽഡ് ചെയ്യുന്ന രീതി. Now here we are going to discuss what is Sensex, then what is Nifty and some other foreign stock market indices. Let us consider the most 2 popular stock market indices in India, that is Sensex and Nifty.
ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററാണ്. നമുക്കറിയാം വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഉണ്ട്. വലത് ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ വണ്ടി വലത് ഭാഗത്തേക്ക് പോകുമെന്ന് കാണിക്കും. ഇടത് ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ വണ്ടി ഇടത് ഭാഗത്തേക്ക് പോകുമെന്ന് കാണിക്കുന്ന പോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സിംപ്ലി വി ക്യാൻ സേ സെൻസെക്സ് റിഫ്ലെക്ട്സ് the mood or performance of the BSE. What is BSE? Bombay Stock Exchange. ഓക്കെ, നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട സംഭവമാണ്. എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് മനോഹരമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഓക്കെ, ഞാൻ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകം പബ്ലിഷ്ഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ. ഓക്കെ, യു ക്യാൻ കളക്ട് ഇറ്റ്. മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. നിങ്ങൾക്കുള്ള ഓപ്പൺ കോഴ്സ്, എക്കണോമിക്സ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സിൽ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലും മാർക്കിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സെൻസെക്സ് ആൻഡ് നിഫ്റ്റി, ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത് പെയറായിട്ട് പഠിക്കുക, ജോഡിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതും നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? പെയറായിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ പഠിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സെൻസെക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് റിലേറ്റഡ് ടു BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഹെഡ്ക്വാർട്ടേഡ് അറ്റ് മുംബൈ. ഓക്കെ, അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1875. ഓക്കെ, ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഏഷ്യ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റൈറ്റ്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് BSE അല്ല, ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും അല്ല. പല കുട്ടികളും തെറ്റായിട്ട് ആൻസർ ചെയ്യാറുണ്ട്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല, ലോകത്തെ ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറ്റ് ഗ്ലോബൽ ലെവൽ ഓർ ഇൻ ദ വേൾഡ് ഈസ് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച്. The oldest stock exchange in Asia, it is BSE, Bombay Stock Exchange, constituted in 1875, headquartered at Mumbai. Right. Sensex includes 30 largest and most actively traded stocks. BSEയിലെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു 5000-ൽ പരം കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ഏറ്റവും ടോപ്പ് പെർഫോം ചെയ്യുന്ന 30 കമ്പനീസിൻ്റെ ഷെയർസാണ് ഏതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? സെൻസെക്സ്. ഓക്കെ, ടോപ്പ് 30 ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്റ്റീവ്ലി ട്രേഡഡ് സ്റ്റോക്സ്. ആൻഡ് Sensex actually started on January 1st, 1986. Only fact. And here the Sensex and its base period is 1978-79. And Sensex is regarded as the pulse of the domestic stock markets in India. ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ്സിൻ്റെ പൾസ്, അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ട്രെൻഡ് നിങ്ങൾക്ക് കണക്കാക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ സെൻസെക്സ്. ഓക്കെ, BSE സെൻസെക്സ് ഓർ സെൻസെക്സ് 30 എന്നൊക്കെ പറയും. നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന സംഭവമാണ്. ഇപ്പോൾ യൂണിയൻ ബജറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ സെൻസെക്സ് ഉയർന്നു. ഇപ്പോൾ 50,000 പോയിൻറ്റ്സ് എബോവിലേക്ക് സെൻസെക്സ് എത്തി. ഇത്ര പോയിൻ്റ് കൂടി അല്ലെങ്കിൽ ഇത്ര പോയിൻ്റ് കുറഞ്ഞു. ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് കൂപ്പുകുത്തി. റൈറ്റ്. അപ്പോൾ സെൻസെക്സ് ഇത്ര പെർസെൻറ്റേജ് കൂടി ഇത്ര പെർസെൻറ്റേജ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനാലിസിസ് നമ്മൾ എത്രയോ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. Similarly, you can see Dolex 30. That is Sensex 30. Similarly, Dolex 30. That is Sensex that shows in terms of dollar. Okay, that is also started on July 25th, 2001. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഡോളക്സ് 30ൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യയിൽ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഷെയർസിലും, സിമിലർലി ബോണ്ടിലും ഡിബഞ്ചേഴ്സിലൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സിമിലർലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് FII, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഫോറിനേഴ്സിനെ നമ്മുടെ സെൻസെക്സിൻ്റെ മൂവ്മെൻറ്റ്, സെൻസെക്സ് ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് റുപ്പി, അതേ മൂവ്മെൻറ്റ് അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് മീൻസ് ഡോളർ ടേംസിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്ററിന് പെട്ടെന്ന് നമ്മുടെ
മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നതിന് വേണ്ടി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, സെൻസെക്സിൻ്റെ ഒരു ഡോളർ വേർഷൻ, ദാറ്റ് ഈസ് ഡോളക്സ് 30. That is really very interesting. Why? Dolex indices take into account currency fluctuations to show Indian growth in dollar terms. That is, it is really very, very helpful for foreign investors. Then what about Nifty? Here you can easily understand Sensex is related to BSE, Nifty is related to NSE. What is NSE? National Stock Exchange, that was constituted in India in 1992. Okay, that is, it was established after the introduction of new economic policy, LPG, liberalization, privatization and globalization, 1991. But 1992 National Stock Exchange, around 2000 companies are listed in NSE. നിങ്ങൾ ആലോചിച്ചൊക്കെ റിലയൻസ്, HDFC ബാങ്ക്, ഇൻഫോസിസ് കമ്പനി, ദെൻ ടാറ്റ ഇൻഡസ്ട്രീസ്, ഇതുപോലെയുള്ള വലിയ വലിയ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്ത് NSE. ദെൻ സിമിലർലി BSE. NSEയുടെയും BSEയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ തന്നെയാണ്, മുംബൈ ആണ്. ദാറ്റ് ഈസ് മുംബൈ ഓർ ഓൾഡ് ബോംബെ ഈസ് ദ ഫൈനാൻസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അല്ലേ, അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. അതേപോലെ ഓവർ ദ കൗണ്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, OTCEI, സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിൻ്റെ ഷെയർസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഫോർ സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസ്, ദാറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് നോൺ ആസ് OTCEI, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഓക്കെ, ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലുണ്ടാവുക. അപ്പോൾ NSEയിലെ സെൻസെക്സിന് ഇപ്പോൾ നമ്മൾ BSEയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണെന്ത് സെൻസെക്സ്. സിമിലർലി NSEയുടെ സ്റ്റോക്ക് ഇൻഡെക്സ് ആണെന്ത് നിഫ്റ്റി. നിഫ്റ്റി ഇൻക്ലൂഡ്സ് 50 ലാർജ് കമ്പനീസ് ഷെയർസ്. ഓക്കെ, BSEയിൽ എത്ര കമ്പനീസ് ആയിരുന്നു? 30 കമ്പനീസ് ആണ്, മോസ്റ്റ് ട്രേഡ് പോപ്പുലർ ആയിട്ടുള്ള 30 കമ്പനീസ്. ബട്ട് നിഫ്റ്റിയിൽ എന്താണ്, അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം. നിഫ്റ്റി, ഓക്കെ, ഈ N അങ്ങോട്ട് റീപ്ലേസ് ചെയ്തിട്ട് അത് F ആക്കിയാൽ മതി, നിഫ്റ്റി 50, റൈറ്റ്. അപ്പോൾ നിഫ്റ്റിയിൽ 50 കമ്പനീസിൻ്റെ ഷെയർസാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് represents or it reflects the mood or the performance of the National Stock Exchange. Okay, so this is about Sensex and Nifty. സിമ്പിൾ ടോപ്പിക്കാണ്, വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫോറിൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് എന്ത്, ഡോവ് ജോൺസ്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ നാസ്ദാക്ക്. നാസ്ദാക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സിമിലർലി FTSE, that is related to London Stock Exchange. Okay, then similarly Nikkei is the stock market index of Tokyo Stock Exchange, that is Japan. അപ്പോൾ ഇങ്ങനെയുള്ള ഫോറിൻ സ്റ്റോക്ക് ഇൻഡീസസിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കണം. യു ക്യാൻ സീ ദ സ്ലൈഡ്സ്. Now you can see Dow Jones, that is Dow Jones Industrial Average is a price weighted average of 30 significant stocks traded on the New York Stock Exchange and the Nasdaq. ഒരു 2 മാർക്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കുക. സിമിലർലി നാസ്ദാക്ക് എന്ന് പറഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വായിക്കുക, ഇറ്റ് ഈസ് ആക്ച്വലി അക്രോണിം ഫോർ ദി നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഡീലേഴ്സ് ഓട്ടോമേറ്റഡ് കൊട്ടേഷൻസ്, ദാറ്റ് ഈസ് നാസ്ദാക്ക്. It is an American stock exchange formed in February 4, 1971 and headquartered at New York. Right. Similarly, FTSE, that is the Financial Times Stock Exchange 100 Index, also called the FTSE 100 Index. It is actually London Stock Exchange Index. Okay, UK. Then similarly, Nikkei, that is the stock market index of the Tokyo Stock Exchange, that is located at Japan. Okay, അപ്പോൾ these are the popular foreign stock market indices. Okay, ഇത്രയും ഏരിയാസ് ആണ് എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ആ സിലബസിൽ പറയുന്നത്. ഇനി നമുക്ക് ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. A to Z മനസ്സിലാക്കുക നല്ല രീതിയിൽ.
അത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ. സിമ്പിൾ ടോപ്പിക്കാണെന്ന് വിചാരിച്ചിട്ട് നിസ്സാരമാക്കി കാണരുത്. നിങ്ങൾ റിവിഷൻ നടത്തണം, നോട്ട്സ് തയ്യാറാക്കണം. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ടേംസൊക്കെയാണ് നിങ്ങൾക്കുള്ള കീവേഡ്സ്. നല്ല രീതിയിൽ മനസ്സിലാക്കി റിവിഷൻ നടത്തുക. ഫുൾ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. അവർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. ദെൻ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് ഇൻ ഇന്ത്യ യു ക്യാൻ സി സെൻസെക്സ്, നിഫ്റ്റി പെയറായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വീണ്ടും ഞാൻ പറഞ്ഞു ഓവർ ദ കൗണ്ടർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ OTCEI. ഈ ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സെൻസെക്സ്, നിഫ്റ്റി, അതുപോലെ ഫോറിൻ സ്റ്റോക്ക് ഇൻഡീസസ് ആയിട്ടുള്ള ഡോ ജോൺസ്, നാസ്ഡാക്ക്, നിക്കി, FTSE. ഓക്കെ, അപ്പോൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. എക്സാമിന് കൂടുതൽ റിവിഷൻ നടത്തുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നോക്കുക, ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. See you in the coming video.